ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ സ്വാദിഷ്ടമായ ഒരു ഉച്ചയൂണാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലൊരു മീൻ കറിയും മീൻ വറുത്തതും ഒരു തോരനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമ്മൾ മീൻ കറിക്ക് വേണ്ടിയിട്ട് പിലോപ്പിയാണ് എടുത്തിരിക്കുന്നത്. പിലോപ്പി നല്ലതുപോലെ തേച്ച് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു മെത്തേഡ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കാം. അപ്പം നമ്മൾ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം, ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാം, വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം, 3-4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടെ നമുക്ക് ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ശരിക്കും വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 1.5 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ശരിക്കും മൂപ്പിച്ചെടുക്കണം, എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മീനിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പുളി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മീനിട്ട് കൊടുക്കാം. അപ്പം മീനിലേക്ക് നല്ലതുപോലെ ഉപ്പും പുളി എരിവൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. മീനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്പൂൺ വെച്ച് ഇളക്കരുത്. നമ്മൾ ഈ പാൻ ഒന്നെടുത്ത് പതിവ് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം നമുക്ക് വറുക്കാനുള്ള മീനിലേക്ക് മസാലകൾ പുരട്ടി കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 4 മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് 2 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ചില്ലി ഫ്ലേക്സൊക്കെ ശരിക്കും മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുക. വരഞ്ഞു വെച്ചിരിക്കുന്ന വരയിലേക്കൊക്കെ ശരിക്കും ചില്ലി ഫ്ലേക്സ് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ നമ്മളിത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി മാറ്റി വയ്ക്കാം. നമുക്ക് കറി എന്തായെന്ന് നോക്കാം. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. മീനെല്ലാം നല്ലതുപോലെ വേവായിട്ടുണ്ട്. കറിയുടെ ഗ്രേവിയൊക്കെ കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഒരു കതിര് വേപ്പില വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം മൂടി വയ്ക്കാം. രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്കിത് തുറക്കാം. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കറിക്ക്.
അപ്പോൾ നമ്മുടെ ഫിഷ് കറി തയ്യാറായി. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ കറിയാണ്, എന്നാൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ മുളക് പുരട്ടി വെച്ചിരിക്കുന്ന മീൻ വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മീൻ നിരത്തി കൊടുക്കാം. നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. വളരെ സിമ്പിളായ രീതിയിലാണ് നമ്മൾ ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഫിഷ് ഫ്രൈയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബീൻസ് തോരൻ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ തേങ്ങയൊന്നും ചേർക്കാതെയാണ് ഞാൻ ബീൻസ് തോരൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ബീൻസ് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം, കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, പിന്നെ ഒരു സവാളയും കൂടി ചെറുതാക്കി കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ശരിക്കും മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമുക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 2-3 മിനിറ്റും കൂടി നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, നമുക്കതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റും കൂടി ഇളക്കി കൊടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീൻസ് തോരനും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ വളരെ എളുപ്പം തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നമ്മുടെ നല്ലൊരു ഉച്ചയൂണാണ് നമ്മളിപ്പോൾ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.